സമയം 10 മണിയാവാനായി. എന്നിട്ട് ഒറ്റ ഒരുത്തം പോലും വീട്ടിൽ പോകാന്ന് അറിയുന്നില്ല. ഞാനിപ്പോൾ വീട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇവരെന്തായാലും എന്നെ കളിയാക്കും. അങ്ങനെ ഇരുന്നൊന്ന് പോലും. ആ ശരത്തിന് വിളി വന്നു. 10 മണിയായി അതന്നെ. വീട്ടിൽ നിന്നല്ലപ്പാ അപ്പൊ അച്ഛ വിളിച്ചേ. കുറച്ച് ഞാൻ തിരിച്ചു വിളിക്കാം. ശരത്തിനിപ്പോ വീട്ടിൽ പോണം. അതിന്റെ ഇടവാങ്ങ ഫുള്ള് എടുക്കുന്നു. അത് ഓനായിട്ട് പറയില്ല തുണിയാടാ. നമ്മളെ കൊണ്ട് പറയിപ്പിച്ചിട്ട് വീട്ടിൽ പോയതിന്റെ കെണിയാന്ന് പറയും. അത് ശരത്തെ പച്ച വിളിക്കുന്നു. എടുത്ത് സംസാരിക്കറോ? പച്ചോ ആരുടെ നിന്റെ പച്ചു? നീ എത്ര മണിക്കടാ വീട്ടിൽ നിന്ന് കിഞ്ഞിന്? നീ 5 മിനിറ്റുള്ളിൽ വീട്ടിലേക്ക് എത്തിയിട്ട് നിന്റെ കാൽ 2 ഞാൻ തച്ച് പൊളിച്ചിടും. ഇനി നീ ഇരുന്ന് വീട്ടിൽ നിന്ന് കീ നനക്കൊന്ന് കാണണം. വേഗം പറഞ്ഞു. ഇല്ലെങ്കിൽ ഞാൻ ശരി. എന്നോട് ഇരുന്നിട്ട് കാര്യമില്ല. എന്തെങ്കിലും ഐഡിയ പ്രയോഗിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ പുറത്ത് കിടക്കേണ്ടി വരും. നല്ല ഉറക്ക ക്ഷീണുണ്ടല്ലോ വാട്ടാ നിങ്ങൾക്ക്. തെയ്യം കെട്ടിടത്തെല്ലാം പോയാലേ പോകുന്നില്ലേ? അനക്ക് ഒരു പ്രശ്നമുള്ള ശരത്തെ. ഞാൻ വേണം വെളി ഒരോളം നിൽക്കും. ഈശ്വര, ഇവനെങ്കിലും വീട്ടിൽ പോകാറിഞ്ഞാൽ മതി. എടാ നിനക്ക് നാളെ പരീക്ഷയില്ലേ? നിന്നെ ഞാൻ കൊണ്ടാക്കാം. നിന്റെ അമ്മ വേഗം പോവാൻ പറഞ്ഞു. എന്നെ വീട്ടിലാക്കിയിട്ട് വരാം. ഞാൻ ഇവനെ വീട്ടിലാക്കിയിട്ട് വരുന്നു. പരീക്ഷ അല്ല ഇപ്പോഴേ കഴിഞ്ഞു. എനിക്കിപ്പോ വെക്കേഷൻ ആയി. ഞാൻ നിങ്ങളിപ്പോ തന്നെ എപ്പോഴും ഉണ്ടാവും. അപ്പൊ ആർക്കും പോവാൻ ഉദ്ദേശമൊന്നുമില്ല അല്ലേ? അപ്പൊ ഞാൻ എന്നാ ചോറ് വെച്ചിട്ട് എത്താം. ചോറ് വെച്ചിട്ട് വന്നിട്ട് നമുക്ക് പയ്യോടെ ഇരിക്കാം രാവിലെ. ചോറിക്കാൻ പോയാലും ഇനി ഓൻ വരില്ല സുനിയേട്ടാ. അതെല്ലാം അവന്റെ കെണിയാണ്. അപ്പൊ ഇന്ന് എന്റെ എല്ലാവർക്കും മന്തി. എന്നാ നമുക്ക് മന്തി കഴിക്കാൻ പോവാം. ദിവസവും വീട്ടിൽ പോയിടാ. എനിക്ക് അപ്പഴേ അറിയാമോ പോകുന്നു. എന്ത് പണി.